ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇവിടെയും സുഖം തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ, ഈദ് മുബാറക്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടും പെരുന്നാൾ ആഘോഷിക്കുക. നമ്മളും ആഘോഷിക്കുന്നുണ്ട്. 2-3 ദിവസമായി ലോങ് വീഡിയോ ഇട്ടിട്ട്, ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ പോവുകയാണ്. ലോങ് വീഡിയോ ഇടാനുള്ള അവസരം ഇല്ലാതെ പോയതുകൊണ്ടാണ് കേട്ടോ. വീഡിയോ ഒക്കെ എടുത്തു വെച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ താലപ്പൊലിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കാനും അതിൻ്റെയൊക്കെ കാര്യങ്ങളായിട്ടും പിന്നെ കുറച്ച് ദിവസമായിട്ട് അമ്പലത്തിൽ പരിപാടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ ഓരോ ദിവസവും അങ്ങനെ മുന്നോട്ട് പോയി. ലോങ് വീഡിയോ ഇടണം എന്ന് വിചാരിച്ച് കുറേ റെഡിയാക്കി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി എന്തായാലും നാട്ടിലുണ്ടായ താലപ്പൊലിയുടെ വീഡിയോ ഒക്കെ അടുത്ത ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യാം. അതൊക്കെ ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വരും ദിവസങ്ങളിൽ ഇടാം. പിന്നെ ലൈഫല്ലേ, നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കണോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആവണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാൽ അത് മുഴുവനായിട്ടൊന്നും ചിലപ്പോൾ നമുക്ക് സാധിക്കൊന്നുമില്ല. ചിലതൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. ചിലത് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മളെ ലൈഫിലേക്ക് കയറി വരും. അങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങളും പോകണം. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാം ഒന്ന് ഓർഡറാക്കാം, രാവിലെ തന്നെ എല്ലാം ശരിയാക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഇന്ന് എനിക്കൊരു മരണ വീട്ടിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഉണ്ണേടണം ലീവായതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി. അതൊക്കെ കഴിഞ്ഞ് വന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കാത്തതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ലേ. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് പോകണ്ടേ. ലൈഫല്ലേ, ഒന്നും മാറ്റി വയ്ക്കാൻ പറ്റുന്നതല്ല. എല്ലാം നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക. എന്തായാലും എല്ലാവരോടും ഒരു പെരുന്നാളാശംസ അറിയിക്കണമെന്ന് എനിക്ക് ഇന്നലെ ഞാനൊരു അങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ അതൊന്നും സാധിച്ചില്ല. എന്തായാലും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാളാശംസ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുകയാണ്. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അല്ലെങ്കിൽ എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവരും എന്താണ് ഞാൻ പെരുന്നാളാശംസ അറിയിക്കാമെന്നൊക്കെ വിചാരിക്കില്ലേ. നമുക്ക് എല്ലാ ഉത്സവങ്ങളും അല്ലെങ്കിൽ എല്ലാ ആഘോഷങ്ങളും നമുക്ക് സന്തോഷമായിട്ട് തന്നെ ആഘോഷിക്കണം. എല്ലാവരുടെയും സന്തോഷം തന്നെയാണ് എനിക്കും പ്രധാനം. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ ഞാൻ. കാരണം നമ്മളുടെ സന്തോഷം മറ്റുള്ളവരെ കാണുമ്പോൾ അവർ സന്തോഷമായിട്ടിരിക്കുന്നത് കാണുന്നത് തന്നെയാണ്. അല്ലാതെ നമ്മളെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രയാസമാണ്, പ്രശ്നമാണ്, ഇതൊക്കെ കേൾക്കുന്നതിന് പകരം അവരുടെ ചിരിച്ച മുഖവും അവരുടെ സുഖവും കേൾക്കുന്നത് തന്നെയല്ലേ സന്തോഷം. എനിക്കങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഒരാളുടെയും കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ കാണാനോ കേൾക്കാനോ തീരെ പറ്റില്ല. കാരണം ഭയങ്കര സങ്കടമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്നും സമാധാനമായിട്ടിരിക്കണം എന്നൊക്കെ ഒരു തോന്നലാണ് എൻ്റെ മനസ്സിലുള്ളത്. എനിക്ക് ഒട്ടും എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സങ്കടമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരാളാണ്. അപ്പോൾ അതുപോലെ തന്നെയല്ലേ മറ്റുള്ളവരെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എല്ലാവരുടെയും വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. എൻ്റെ വിഷമങ്ങൾ കുറച്ച് കൂടുതലും മറ്റുള്ളവരതിന് കുറവും എന്നൊന്നുമില്ല. എല്ലാവരുടെ സങ്കടങ്ങളും എല്ലാവരുടെ വിഷമങ്ങളും ഒരേപോലെ തന്നെയാണ്. ഓരോരുത്തരും അത് ഫേസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ മനസ്സിലാവുക. അപ്പോൾ അങ്ങനെയൊന്നും ആർക്കും ഒരു ഗതികേടോ ബുദ്ധിമുട്ടോ ഉണ്ടാവാതെ എല്ലാവരും സന്തോഷമായിട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ വിചാരമൊക്കെ അങ്ങനെയാണ്. മറ്റെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ ദിവസമായില്ലേ, ഇപ്പോൾ 2-3 ദിവസമായിട്ടുണ്ടാവും ഞാൻ വീഡിയോ ഇട്ടിട്ട്. പിന്നെ ചിലരൊക്കെ നമ്മളോട് എപ്പോഴും ചോദിക്കുകയാണ്, ഞാൻ 2 ദിവസമൊക്കെ വീഡിയോ ഇടാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്നെ അറിയുന്നത് അല്ലെങ്കിൽ ചിലരൊക്കെ കമൻറ്റിൽ കൂടെ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ വീഡിയോ ചെയ്യാത്തത്, എന്താണ് സാഹചര്യം, ബുദ്ധിമുട്ടാണോ, എന്താണെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ കൊണ്ട് ചെയ്ത് എത്താത്തത് കൊണ്ടാണ്. സമയക്കുറവെന്ന് പറയാല്ലേ. ഒരിക്കലും നമ്മൾ സമയത്തെ കുറ്റം പറയാൻ പാടില്ല എന്നാണ് പറയുക. ഞാൻ പ്രത്യേകിച്ച് ഒരു മോട്ടിവേഷൻ ചെയ്യുന്നൊരു ആളും കൂടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും സമയത്തെ കുറ്റം പറയാൻ പാടില്ല. സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. നമ്മൾ സമയത്തിന് പുറകെ ഓടിക്കൊണ്ടിരിക്കണം. ഞാൻ പരമാവധി ഓടുന്നുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ. എല്ലാം നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ഇതിന് കുറച്ച് കുറവ് കൊടുക്കുന്നു എന്നുള്ളതൊന്നും അല്ല കേട്ടോ. എൻ്റെ ചാനൽ എന്നെ ഇതുപോലെ ആക്കി അല്ലെങ്കിൽ എന്നെ നിങ്ങളൊക്കെ ഞാനിങ്ങനെ വീഡിയോ ഇടുകൊണ്ടല്ലേ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടും അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ തന്നെയല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഞങ്ങൾ കഴിച്ചിട്ടില്ല കേട്ടോ, കഴിക്കാനാവുന്നതേ ഉള്ളൂ. എല്ലാവരും മേലെഴുകലും ഇതൊക്കെ കഴിഞ്ഞ് എത്തുന്നതേ ഉള്ളൂ. സുധിക്കുന്ന അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പെരുന്നാൾ സൽക്കാരം എന്ന് പറയാമല്ലേ. അപ്പോൾ അവൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ കുറച്ച് സമയത്തുള്ളൂ വന്നിട്ട്. പിന്നെ
ഞങ്ങൾ മരിച്ച വീട്ടിൽ പോയിട്ട് വന്നതുമല്ലേ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ രാത്രിക്കേക്ക് ചപ്പാത്തി കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിപ്പോൾ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കണം. ഉച്ചയ്ക്ക് ചോറുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, കൈപ്പയ്ക്ക ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. ഇന്ന് നോണൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് വെജ് കറികളിലൂടെ. ഇന്നലെ അങ്ങനെ തന്നെ കേട്ടോ. ഇന്നലെയും വെജ് കറി തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ അമ്പലത്തിൽ താലപ്പൊലി ആയതുകൊണ്ട് ഇന്നലെയും അതിനൊക്കെ പോകേണ്ട കാര്യം ഉണ്ടായതുകൊണ്ട് ഇന്നലെയും വെജ് കറി ആയിരുന്നുള്ളൂ. ഇന്നും വെജ് കറി തന്നെയുള്ളൂ. അങ്ങനെ നോണ് കഴിക്കണം എന്നുള്ള എന്നും വേണമെന്നുള്ള ഇഷ്ടമോ അല്ലെങ്കിൽ എന്നും വേണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. ഉണ്ടെങ്കിൽ കഴിക്കും, അത്രമാത്രം. ഇന്നിപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ 2-3 ദിവസമായിട്ട് ഇപ്പോൾ തീരെ വാങ്ങിച്ചിട്ടില്ല. ചപ്പാത്തി കടലക്കറിയും കഴിക്കണം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഈവനിങ്ങത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്നത്തെ കാര്യങ്ങൾ. ഇന്നിപ്പോൾ രാവിലെ തൊട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാട്ടോ ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഓരോ ദിവസവും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഫുഡ് ഉണ്ടാക്കൽ തന്നെ ഒരു കാര്യമല്ലേ അല്ലേ? നമ്മൾ ഉച്ചയ്ക്ക് ഒരു നേരം ഫുഡ് ഉണ്ടാക്കണു, രാത്രിക്ക് വേറെ ഉണ്ടാക്കണു, പിന്നെ അതിൻ്റെ ഇടയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം. വീട്ടമ്മമാരായുമ്പോൾ പ്രത്യേകിച്ചും അവർക്ക് ഫുഡ് ഉണ്ടാക്കൽ മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ, പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്ക് അവരുടെ കാര്യങ്ങൾ നന്നായി നോക്കണം. പിന്നെ നമ്മുടെ മക്കൾ എന്നും എത്ര വലുതായാലും അവർ കുഞ്ഞു മക്കൾ തന്നെയാണ് അല്ലേ? അങ്ങനെയല്ലേ തോന്നിക്കുക. എൻ്റെ അച്ഛനമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയണത് എന്താണ്, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്നും നീ കുഞ്ഞു കുട്ടി തന്നെയാണ്. ഇത്രയും പ്രായമായാലും എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ നമുക്ക് പ്രായമാവുമൊന്നുമില്ല, നമ്മളെന്നും കുഞ്ഞു മക്കൾ തന്നെയാണ് അവർ. അതുപോലെ എനിക്കിപ്പോൾ ഞാനപ്പോൾ വിചാരിക്കും, അച്ഛനമ്മയൊക്കെ പറയണ കേൾക്കുമ്പോൾ ഞാനും വിചാരിക്കും എൻ്റെ അവസ്ഥ തന്നെ. എൻ്റെ മക്കളൊക്കെ ഇപ്പോൾ വലുതായാലും എനിക്കൊരു വലുതായി എന്നുള്ള തോന്നലൊന്നുമില്ല. അവരെൻ്റെ കുഞ്ഞു മക്കളും പോലെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും സംസാരിക്കുമ്പോഴും അവർക്ക് ഫുഡ് കൊടുക്കുമ്പോഴും അവർ കഴിക്കാതെ മതി എന്ന് പറയുമ്പോഴൊക്കെ ഞാൻ പറയും, ഇതൊക്കെ കുറച്ചൊക്കെ ബാക്കിയൊക്കെ വെച്ച് പോകുമ്പോൾ ഞാൻ പറയും, എന്താ ഫുള്ള് കഴിച്ചാലും എന്നൊക്കെ ഞാൻ അവരോട് ചോദിക്കുന്നതാണ്. പക്ഷെ അവർ വലിയ ആൾക്കാരല്ലേ, അവർക്ക് വേണ്ടത് എത്ര വേണം, എങ്ങനെ കഴിക്കണം എന്നൊക്കെ അവർക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. ഇതൊക്കെ ഓരോ അമ്മമാരാകുമ്പോൾ അവരുടെ രീതി ശൈലിയൊക്കെ ആയാണ് എല്ലാവരും അങ്ങനെ ആവുമല്ലേ. നമ്മുടെ മക്കൾ കുറച്ച് ഫുഡൊക്കെ ബാക്കിയിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാവും, എന്താ ഒരു ഫുള്ളായിട്ട് കഴിക്കാഞ്ഞത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അങ്ങനെയൊക്കെ ആവണം കേട്ടോ ഒരമ്മയും. അപ്പോഴല്ലേ നമ്മളെ മക്കളോട് നമുക്ക് സ്നേഹം ഉണ്ട്. നമ്മൾ അവരോട് അങ്ങനെ ചോദിക്കുമ്പോഴല്ലേ അമ്മ ഈ കാര്യം വരെ എൻ്റെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ അവർക്കും തോന്നുള്ളൂ. നമ്മളെ ശ്രദ്ധ എപ്പോഴും നമ്മുടെ മക്കളുടെ അടുത്ത് വേണം. അവർ വലുതായി അല്ലെങ്കിൽ അവരവരുടെ കാര്യങ്ങൾക്കൊക്കെ പ്രാപ്തരായി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറ്റേ അവരെ ശ്രദ്ധിക്കാതിരിക്കാനൊന്നും പാടില്ല. അവരുടെ ഇത്തരം സ്നേഹാന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ എപ്പോഴും അവരോട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് അവർക്കും നമ്മളോട് അതുപോലെ ഒരു കരുതലുണ്ടാവുള്ളൂ. അമ്മ എൻ്റെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളെയും അവർ കെയർ ചെയ്യുള്ളൂ, അവരുടെ സ്നേഹം നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട് ചില കാര്യങ്ങൾ കേട്ടോ. നിങ്ങളോട് എന്തെങ്കിലും കുറേ കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതല്ല, എന്തെങ്കിലുമൊക്കെ ഞാൻ പറയണതെന്ന് കുറച്ച് നല്ല കാര്യങ്ങളും കൂടെ വേണ്ടേ. ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ കാര്യവും മറ്റു ഞാൻ പോയ കാര്യമൊക്കെ പറയുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും അതിനൊരു കുഞ്ഞു കാര്യം കൂടി നിങ്ങൾക്കും കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കളെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവരുടെ അന്വേഷിക്കുന്നതിൻ്റെ ഒപ്പം എല്ലാം ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ല. അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കുമ്പോൾ അവർക്കും ഒരു ഇവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പരിഗണിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട് എന്നൊക്കെയുള്ള അവർക്ക് തോന്നും പോലെ തന്നെ നമ്മളോടും അവർക്കൊരു കരുതൽ വേണമെങ്കിൽ അങ്ങനെ വേണം. നമ്മളോട് സ്നേഹമൊക്കെ അവർക്ക് തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ, അവരപ്പോൾ ഞാൻ ഇത്രയും വളർത്തി വലുതാക്കിയില്ല, ഇനി അവരവരിഷ്ടം പോലെ എങ്ങനെയാച്ച പോട്ടെ എന്ന് അങ്ങനെ ചിന്തിക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ അവരെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ടുകൊണ്ടോ അവരെ ഒന്നിനും സമ്മതിക്കാതെ അങ്ങനത്തെ ഒന്നും കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അവരുടെ ഇഷ്ടത്തിന് ഫ്രീ ആയിട്ട് വിടുന്നതോടൊപ്പം നമ്മുടെ ഒരു കെയർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ ശ്രദ്ധ അല്ലെങ്കിൽ നമ്മുടെ ഒരു അന്വേഷണം അത്രയാണ് അവർക്ക് വേണ്ടുള്ളൂ. അവരെ നേർവഴിക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും അന്വേഷിക്കാതെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അവർ കണ്ട പോലെ എന്നുള്ളൊരു ഭാവം ഉണ്ടാവും. പക്ഷെ അതങ്ങനെ പോവാതെ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായാൽ മതി, അത്രേ വേണ്ടുള്ളൂ. അല്ലാതെ നമ്മളെല്ലാ കാര്യത്തിലും ഇടപെട്ടിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാവോ ഇങ്ങനെ ചെയ്യാവോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നടക്കണം, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, ഇങ്ങനെയൊന്നും നമ്മളവർ നിർബന്ധിക്കാതിരിക്കുക. അവർ ശൈലിയിൽ തന്നെ മുന്നോട്ട് പോയിക്കോളും. നമ്മുടെ ചെറിയൊരു നോട്ടൊക്കെ അവരുടെ മേൽ ഉണ്ടായാൽ മതി. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്ക്.